ഇക്കണ്ട കാലം മുഴുവൻ ഇതിന് മാത്രം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ടീച്ചേഴ്സിനോട് പ്രിപ്പയർ ചെയ്യുകയും അവരെ പഠിപ്പിച്ച് പാസ്സാക്കാൻ ശ്രമിക്കുകയും എന്നിട്ടും പഴികൾ കേൾക്കേണ്ടി വരികയും വീട്ടിലെ സ്വന്തം മകനുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഇങ്ങനെ ഉള്ളിലൊതുക്കി മറ്റൊരുപാട് മക്കളെ നന്മയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അധ്യാപകരുടെ മുമ്പിലും മസീവ് റെസ്പെക്റ്റ്, ഇമ്മെൻസ് റെസ്പെക്റ്റ്. നിങ്ങൾ കൂടുതൽ ആദരവ് അറിയിക്കുന്നുണ്ട്. ഒരധ്യാപകനോടോ അധ്യാപികയോടോ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ സർപ്രൈസ് കൊടുക്കലല്ല, അവരെ പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ക്ലാസ് റൂമിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊരു അധ്യാപികയും വിദ്യാർത്ഥികളോട് ചെയ്യാൻ പറ്റുക വാക്ക് വിത്ത് ദം എന്നാണ്, അവരുടെ കൂടെ നടക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ചില കുട്ടികൾ നന്നായില്ലെന്ന് വരും. ഞാൻ ക്രിസ്തുവിനെ ഓർത്തു പോവാണ്. 12 ശിഷ്യന്മാരായിരുന്നു. കൂടെ നടന്നിങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ച് പരസ്പരം സ്നേഹിക്കണം, സഹായിക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് ഒരുക്കിയ ശിഷ്യന്മാരിൽ ഒരാൾ ആ ഗുരുവിൻ്റെ വിരലുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി. യൂദാസാണ്. യൂദാസിനെ നഷ്ടപ്പെട്ടു പോയെന്നേ ഈശോയ്ക്ക്. ഈവൻ ദ മാസ്റ്റർ ലോസ്റ്റ് എ സ്റ്റുഡൻറ്. ഇന്നത്തെ കാലം പിള്ളേരൊക്കെ ഇങ്ങനെ വേറെ ട്രാക്കിലൂടെ ഓടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് ബരാക് ഒബാമ പറഞ്ഞതാണ്, പ്ലീസ് ഇൻവെസ്റ്റ് ഇൻ യുവർ ടീച്ചേഴ്സ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നല്ല അധ്യാപകരിലാണ്. അവരെ കുറെ കൂടി ആദരവോടുകൂടി കാണാൻ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും വിദ്യാർത്ഥികളും ശ്രമിക്കണം.